ഏതെങ്കിലും ദൈവത്തെയോ സങ്കല്പത്തെയോ തൊട്ടാൽ, അവർക്കെതിരെ സംസാരിച്ചാൽ, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പണി കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ KGF-ലെ നായകൻ റോക്കി ഭായിയെയാണ് ദൈവമായിട്ട് കാണേണ്ടത്. KGF-ലെ നായകൻ റോക്കി ഭായിക്കെതിരെ ആരെങ്കിലും കണ്ണുയർത്തിയാൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിക്കളയുകയും അവർക്കെതിരെ ശബ്ദം ഉയർത്തിയാൽ ജീവിതം തകർത്തുകളയും ചെയ്യുന്നത് റോക്കി ഭായിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ഡോണോ അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളക്കടത്ത് കൊള്ള സംഘം തലവനുമാണ്. ദൈവം എന്ന് പറയുന്നത് കരുണയും നന്മയും എന്താ പറയണേ പരസ്പര ഐക്യവും യോജിപ്പും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടില്ല എന്നല്ല, തീർച്ചയായും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകും, നീതി ഉണ്ടാകും. പക്ഷെ ദൈവം പ്രതികാരം ചോദിക്കുന്നൊരു ദൈവമല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത്, അലങ്കാരികമായി പറയുന്നുണ്ട്, കുരിശിൽ കയറ്റുന്നവർക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് യേശു ക്രിസ്തു. തന്നെ കുരിശിലിട്ടവർക്ക് കൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ വന്ന ഗോഡ്സെക്ക് എന്റെ കൂടെ ഒന്ന് താമസിക്കുക, നമുക്ക് അഭിപ്രായം പറഞ്ഞ് ശരിയാക്കാന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അതേപോലെ തന്നോട് യുദ്ധം ചെയ്ത വാവർ, അയ്യപ്പനും വാവനും തമ്മിൽ യുദ്ധത്തിലൂടെയാണ് കാണുന്നത്.